പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരത്തിന് ഇന്ന് കൊടിയേറും. പൂരത്തിന്റെ പ്രധാന പങ്കാളിയായ തിരുവമ്പാടി, പാറമേക്കാവ് ക്ഷേത്രങ്ങളിലും 8 ഘടകക്ഷേത്രങ്ങളിലും കൊടിയേറുന്നതോടെ ശക്തന്റെ നഗരി പൂരാവേശത്തിലേക്ക് വഴിമാറും. ലാലൂർ കാർത്യായനി ക്ഷേത്രത്തിലാണ് രാവിലെ 8 മണിക്ക് ആദ്യം കൊടിയേറുക. മെയ് 6-നാണ് ഇത്തവണത്തെ തൃശൂർ പൂരം. MS ലിഷോയുണ്ട് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം. ലിഷോയ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ പൂരാവേശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു നമ്മൾ മലയാളികൾ. നേരത്തെ തന്നെ വിദേശത്തുള്ളവരൊക്കെ നാട്ടിലേക്ക് എത്താനായി ലീവിനൊക്കെ അപേക്ഷ നൽകിയിട്ടുണ്ടാവും. പൂരക്കാലം അങ്ങനെ ഒരു കാലം കൂടിയാണ്. ഇനി ആവേശം ഒട്ടും ചോരാതെ ഓരോ വാർത്തകളും മാതൃഭൂമി ന്യൂസ് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ള തയ്യാറെടുപ്പിൽ കൂടിയാണല്ലോ ലിഷോയ്. നമ്മുടെ അസൽ തൃശ്ശൂർ മലയാളത്തിൽ ഈ പൂരവിശേഷം ഒന്നങ്ങോട്ട് പറയുക. തീർച്ചയായും മോദി, ഗുഡ് മോർണിംഗ്. അതായത് തൃശ്ശൂർ ഇങ്ങ് പൂര ആവേശത്തിലേക്ക് കടക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ലാലൂർ കാർത്യായനി ക്ഷേത്രത്തിലാണ്. ഇവിടെ കൊടിയേറ്റിനുള്ള ചടങ്ങുകളൊക്കെ ഇങ്ങനെ തുടങ്ങാനായിട്ട് നിൽക്കുകയാണ്. മേളം ആരംഭിച്ചു കഴിഞ്ഞു. ഇനി ഈ കൊടിമരം അലങ്കരിക്കുക എന്നുള്ള ഒരു കാര്യമാണ് അടുത്തതായിട്ട് ഇനി ഇവിടെ നടക്കുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 8 മണിക്കും 8:20 ഇടയ്ക്കാണ് ലാലൂർ ക്ഷേത്രത്തിൽ പൂരം കൊടിയേറുക. അതിനുശേഷം പിന്നീട് മറ്റെല്ലാ ക്ഷേത്രങ്ങളിലും ഇന്ന് വൈകുന്നേരം 7:30 നെതിലക്കാവ് ക്ഷേത്രത്തിൽ ഉൾപ്പെടെ എല്ലാ ക്ഷേത്രങ്ങളിലും കൊടിയേറ്റ് അവസാനിക്കും. അതോടുകൂടി തൃശ്ശൂർ പൂർണ്ണമായി അങ്ങ് പൂരാവേശത്തിലേക്ക് അങ്ങ് മാറുകയാണ്. തിരുവമ്പാടിയിലാണ് പ്രധാന ക്ഷേത്രങ്ങൾ. അതായത് തിരുവമ്പാടി, പാറമേക്കാവ് ക്ഷേത്രമാണ് ഇതിന്റെ പൂരത്തിലെ പ്രധാന പങ്കാളികൾ. ആ തിരുവമ്പാടി ക്ഷേത്രത്തിൽ രാവിലെ 11 മണിക്കും അതുപോലെ തന്നെ 11:30 ഇടയിലാണ് കൊടിയേറ്റ് നടക്കുക. പാറമേക്കാവിൽ 12 മണിക്കും 12:30 ഇടയിലാണ് കൊടിയേറ്റ് നടക്കുക. എന്തായാലും പൂരം അതിന്റെ ആവേശത്തിലേക്ക് എത്തുകയാണ്. അതിന് മുൻപായുള്ള ഇവിടെ കൊടിയേറ്റ് ചടങ്ങുകളുടെ ഭാഗമായുള്ള കാര്യങ്ങളൊക്കെയാണ്. എന്താണ് ഇത്തവണത്തെ പൂരത്തിനുള്ള പരിപാടികളൊക്കെ സെറ്റായി? പരിപാടികളൊക്കെ അടിപൊളിയായിട്ട് നടന്നുകൊണ്ട് ഇങ്ങനെ അതിന്റെ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യ ഭാഗം എന്നുള്ള നിലയിൽ കൊടിമരം അലങ്കരിക്കുക, അതിനെ തുടർന്ന് അതിന്റെ ചടങ്ങുകൾ ഗംഭീരമായിട്ട് നടത്താനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എല്ലാ വർഷത്തെമാതിരി തന്നെ ഇത്രയും അതിഗംഭീരമായി പൂരം നടത്താൻ നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ട്. നല്ല മേളം നടക്കുകയാണ്. അതുകൊണ്ട് ഓഡിയോ ചിലപ്പോൾ അത്രയ്ക്ക് ക്ലിയർ ഉണ്ടാവില്ല. എന്തായാലും പൂരത്തിന്റെ ആവേശത്തിലേക്ക് കടക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. കൊടിമരം അലങ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ദർഭയും അതുപോലെ തന്നെ ആലിലയും മാവിലയും ഒക്കെ വെച്ച് ഈ കൊടിമരം അലങ്കരിച്ച ശേഷം ഇന്നിപ്പോൾ കൊടി ഉയർത്തും. ഈ തിരുവമ്പാടി, പാറമേക്കാവ് ക്ഷേത്രങ്ങളിലെ കൊടി ഉയർത്തിയ ശേഷം ആ കൊടിക്കൂറ പിന്നീട് ക്ഷേത്രത്തിന് മുൻപിലും പന്തലിലും എല്ലാം തന്നെ നാട്ടുകയും ചെയ്യും. അതോടുകൂടി തൃശ്ശൂർ നഗരം, ശക്തന്റെ തട്ടകം പൂർണ്ണമായും ആ പൂര ലഹരിയിലേക്ക് അങ്ങ് എത്തുകയാണ്. ഇതിനോടകം തന്നെ എക്സിബിഷനും മറ്റു കാര്യങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും പൂരത്തിന്റെ ആവശ്യത്തിൽ പ്രത്യേക ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ടല്ലോ. അതുമായി ബന്ധപ്പെട്ട് അവിടെ ആരോടെങ്കിലും ഒന്ന് ചോദിക്കൂ, ഈ കൊടിമരം എവിടെ നിന്ന് എത്തിച്ചു, അത് അലങ്കരിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ എന്തെങ്കിലും ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ? ഈ കൊടിമരം പാരമ്പര്യ അവകാശികളാണ് എത്തിക്കുക. ഇതിപ്പോൾ ഈ ക്ഷേത്രത്തിൽ, ലാലൂർ ക്ഷേത്രത്തിൽ ഇവിടെ ഇന്നലെയാണ് ഈ കൊടിമരം തയ്യാറാക്കിയിരിക്കുന്നത്. ഈ കൊടിമരം ഇവിടേക്ക് എത്തിച്ചതിന് ശേഷം ഇത് പാരമ്പര്യ അവകാശികൾ തന്നെ ഇത് കെട്ടി അത് കൃത്യമായി അലങ്കരിച്ച ശേഷമാണ് അത് കൊടിയേറ്റിന് വേണ്ടി തയ്യാറെടുക്കുക. ഈ തിരുവമ്പാടി, പാറമേക്കാവ് ക്ഷേത്രത്തിൽ ഇന്ന് രാവിലെയാണ് ഈ കൊടിമരമൊക്കെ തന്നെ ക്ഷേത്രത്തിന് മുൻപിൽ വെച്ച് തന്നെയാണ് എല്ലാ ജോലികളും എല്ലാം തന്നെ അവസാനിപ്പിക്കുക. അതിനുശേഷമാണ് കൊടി ഉയർത്തുക. എന്തായാലും വലിയ ആവേശത്തിലേക്ക് എത്തുകയാണ്. ഈ കൊടിമരം എന്തായാലും തയ്യാറായി കഴിഞ്ഞാൽ നേരെ ഈ ക്ഷേത്രത്തിന് മുൻപിൽ തന്നെ, ലാലൂർ ക്ഷേത്രത്തിനകത്ത് വെച്ച് തന്നെയാണ് ഈ കൊടി ഉയർത്തൽ, കൊടിയേറ്റ് ചടങ്ങുകളൊക്കെ തന്നെ എന്തായാലും നടക്കുക. അതിനുവേണ്ട ഒരുക്കങ്ങളാണ് ഇവിടെ പുരോഗമിക്കുന്നത്. ഈ 8 ഘടകക്ഷേത്രങ്ങളിലെ കൊടിയേറ്റം ആവുന്നതോടെയാണല്ലോ ശക്തന്റെ നഗരി വലിയ ആവേശത്തിലേക്ക് വഴിമാറുന്നത്. മറ്റ് കൊടിയേറ്റുകളൊക്കെ എപ്പോഴാണ്? അതിന്റെ വിശദാംശങ്ങൾ കൂടി ലിഷോയ്. അതായത് ഏറ്റവും ആദ്യം കൊടിയേറ്റ് നടക്കുന്നത് ഇവിടെയാണ്. അതിനുശേഷം പല ഘട്ടങ്ങളായാണ്. അതായത് രാവിലെ 8 മണിക്ക് ഇവിടെ കൊടിയേറ്റ് നടക്കും ലാലൂർ ക്ഷേത്രത്തിൽ. അതിനുശേഷം അടുത്തതായി കൊടിയേറ്റ് നടക്കുന്നത് തിരുവമ്പാടി ക്ഷേത്രത്തിലാണ്. തിരുവമ്പാടി ക്ഷേത്രത്തിൽ രാവിലെ 11-നും 11:30 ഇടയിലാണ് കൊടിയേറ്റ് നടക്കുക. അയ്യന്തോളിലും അതേ സമയത്ത് തന്നെയാണ് അയ്യന്തോൾ കാർത്യായനി ക്ഷേത്രത്തിലും കൊടിയേറ്റ് നടക്കുക. പിന്നീട് പാറമേക്കാവ് ക്ഷേത്രത്തിൽ കൊടിയേറ്റ് നടക്കും. പാറമേക്കാവ് ക്ഷേത്രത്തിൽ 12-നും 12:30 ഇടയിലാണ് കൊടിയേറ്റ് നടക്കുക. പിന്നീട് എല്ലാ കൊടിയേറ്റിലും വൈകുന്നേരമാണ്. കളിമംഗലം ശാസ്താവിന്റെ കൊടിയേറ്റ് 6:30-നും 7 മണിക്കും ഇടയിലാണ്.
ചെമ്പൂക്കാവ് ക്ഷേത്രത്തിന്റെ കാർത്തിയാനി ക്ഷേത്രത്തിന്റെ കൊടിയേറ്റ് വൈകിട്ട് 5:30ക്കും 6 മണിക്കും ഇടയിലാണ്. പനമുക്കമ്പള്ളി ക്ഷേത്രത്തിലെ കൊടിയേറ്റ് 6:30ക്കും 7 മണിക്കും ഇടയിലാണ്. അതുപോലെ തന്നെ കാരമുക്ക് ക്ഷേത്രത്തിന്റെ കൊടിയേറ്റ് വൈകിട്ട് 6 മണിക്കും 6:30ക്കും ഇടയിലാണ്. ഏറ്റവും കേരളം അങ്ങനെ പൂരാവേശത്തിലേക്ക് പോകുന്നു. കേരളം എന്ന് പറഞ്ഞത് നമ്മുടെ മലയാളികൾ ഉള്ളിടത്തെല്ലാം തൃശ്ശൂർ പൂരത്തിന് അത്രയധികം പേരാണ്. ഏതൊക്കെ നാട്ടിൽ നിന്നാണ് തൃശ്ശൂർ പൂരത്തിന് ആളുകൾ എത്തുക. ഇത്തവണ ആരൊക്കെയാണ് പൂരത്തിന് ക്ഷണിക്കുന്നത് എന്നത് ഞാൻ നോക്കിയിരിക്കുകയാണ്. തൃശ്ശൂർക്കാർ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ?